കോഴിക്കോട് ജില്ലയിൽ മഴക്കാല പൂർവ്വ രോഗങ്ങളുടെ പിടിയിലായിരിക്കുന്നു. ഡയറിയയും മലേറിയയും ഭീതിതമായ തരത്തിൽ പടരുന്നതായാണ് വിവരം. 2 മാസത്തിനിടെ 9,000-ഓളം പേർക്ക് ഡയറിയയും 30-ഓളം പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. വേനൽ കടുത്തതോടെ ശുദ്ധജല ലഭ്യത കുറഞ്ഞതും പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയതുമാണ് രോഗങ്ങൾ പടരാനിടയാക്കിയത്. മഞ്ഞപ്പിത്തവും വയറിളക്കവും മലേറിയയും ബാധിച്ചവർ ക്രമാതീതമായി വർദ്ധിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. പലയിടങ്ങളിലും കുടിവെള്ള വിതരണ പൈപ്പുകൾ അഴുക്കുചാലുകളിലൂടെയാണ് പോകുന്നത്. ഇതും സ്ഥിതി ഗുരുതരമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ RL സരിത പറഞ്ഞു. നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ കണക്ക് മാത്രമാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പിൽ ലഭ്യമായിട്ടുള്ളത്. പക്ഷേ അതിൽ ഉപരിയായിട്ട് മറ്റ് അതർ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ അതിലൂടെ ചികിത്സിക്കുന്നവരുണ്ടാകാം. ചില ആളുകളെങ്കിലും യാതൊരു ചികിത്സയ്ക്കും പോകാത്തവരുണ്ടാവാം. അപ്പം നമ്മൾക്ക് ലഭ്യമായ കണക്കിനേക്കാളും തീർച്ചയായിട്ടും കൂടുതലായിട്ടും ജലജന്യ രോഗങ്ങളുടെ കണക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോ കൊതുക് നിവാരണമോ നടത്താനാകാത്ത സ്ഥിതിയിലാണ് ജില്ലയെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ബാബുരാജ് പറഞ്ഞു. 206 പേര് കോഴിക്കോട് കോർപ്പറേഷനിൽ കണ്ടിജന്റ് ജീവനക്കാർ ഒഴിവാണ്. നമ്മളെ ഈ മാലിന്യ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഇതുകൂടി നടത്താൻ കഴിയുന്നു. സ്ത്രീ തൊഴിലാളികളാണ് കൂടുതൽ വരുന്നത്. അവർക്ക് ഇപ്പോൾ ഉള്ള നമ്മളെ സ്പ്രേയിങ്ങിൻ്റെ മെഷീൻ തോളിട്ട് പോയി അടിക്കാനുള്ള പ്രയാസം ഇത് ഞങ്ങളെ നന്നായി ബാധിക്കുന്നുണ്ട്. ഓടയിൽ നിന്നും മണ്ണെടുക്കുന്നതിനായി 75 ലക്ഷം രൂപയുടെ പദ്ധതി പാസ്സായിട്ടുണ്ടെങ്കിലും ഓഡിറ്റ് ഒബ്ജക്ഷൻ കാരണം നടപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.